മലയാളത്തിലെ പ്രിയപ്പെട്ട നടികളിൽ ഒരാളായിരുന്നു ഭാമ. നിവേദ്യം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറുകയായിരുന്നു ഭാമ ചെയ്തത്. 2020-ൽ ബിസിനസ്സുകാരനായ അരുൺ ജഗദീഷിനെ വിവാഹം ചെയ്തതോടെ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു നടി. ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ട് നടി ഭാമ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വാചകങ്ങൾ വൈറലാവുന്നു. ശക്തമായ ഭാഷയിൽ വിവാഹത്തെ ചോദ്യം ചെയ്യുകയാണ് നടി. സ്ത്രീധനത്തെക്കുറിച്ചും ഭർതൃവീട്ടിലെ പീഡനത്തെക്കുറിച്ചുമൊക്കെയാണ് ഭാമ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നത്. വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം? വേണ്ട. ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനൊടുപ്പിക്കും. ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്. വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുപോലും അറിയാതെ ജീവനൊടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് എത്രയും വേഗം ആ വരി മുഴുമിപ്പിക്കാതെ ഭാമ അവസാനിപ്പിച്ചു. ഭാമയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് താനൊരു സിംഗിൾ മദർ ആണെന്ന് ഭാമ തുറന്നു പറഞ്ഞിരുന്നു. ഒരു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തയായി എന്നാണ് അന്ന് പറഞ്ഞത്. ഒരു സിംഗിൾ മദർ ആവുന്നതുവരെ ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. കൂടുതൽ ശക്തമാവുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി. ഞാനും എൻ്റെ മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഭാമ അന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതിങ്ങനെയായിരുന്നു. ഭാമയും ഭർത്താവ് അരുണും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ഭാമ തൻ്റെ പേരിനൊപ്പമുള്ള ഭർത്താവിൻ്റെ പേര് എടുത്തുമാറ്റിയതും സമൂഹമാധ്യമങ്ങളിൽ നിന്നും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ എടുത്തുമാറ്റിയതും സംശയം വർദ്ധിപ്പിച്ചു. എന്നാൽ ഭാമയോ അരുണോ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വിവാഹത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയാണ് നടി. 2020 ജനുവരിയിലായിരുന്നു ഭാമയും അരുണും തമ്മിൽ വിവാഹിതരാവുന്നത്. വിവാഹം കഴിഞ്ഞതോടെ ഭാമ സിനിമയിൽ നിന്നും പിന്മാറി ദുബായിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. ജനിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് മകൾ ഗൗരിയെക്കുറിച്ച് ഭാമ സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത്. പിന്നീട് ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷം പങ്കുവെച്ചു വന്നിരുന്നു.